പൊന്നാനിയിലെ ബോട്ട് നിർമ്മാണ കേന്ദ്രം പ്രഖ്യാപനത്തിൽ മാത്രം. നിലവിൽ ചേറ്റുവയിലും മുനമ്പത്തും എത്തിച്ചാണ് ബോട്ടുകളുടെ കേടുപാടുകൾ തീർക്കുന്നത്. സംസ്ഥാനത്ത് ആരംഭിക്കുന്ന 2 ബോട്ട് ബിൽഡിംഗ് യാർഡുകളിൽ ഒന്ന് പൊന്നാനിയിൽ നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും ഇത് പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങിയതോടെ ബോട്ടുടമകൾ പ്രതിസന്ധിയിലായി. പൊന്നാനിയിൽ ബോട്ട് നിർമ്മാണശാല നിർമ്മിക്കുമെന്ന് മുൻ ഫിഷറീസ് വകുപ്പ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പ്രഖ്യാപിക്കുകയും ബജറ്റിൽ തുക വകയിരുത്തുകയും ചെയ്തെങ്കിലും പദ്ധതി പാതിവഴിയിൽ മുടങ്ങി. പൊന്നാനി ഫിഷിംഗ് ഹാർബറിനോട് ചേർന്ന് 10 ഏക്കർ സ്ഥലമാണ് ഇതിനായി കണ്ടെത്തിയിരുന്നത്. ഇതിന്റെ ഭാഗമായി ഹാർബറിൽ വർക്ക്ഷോപ്പ് ക്വാർട്ടേഴ്സും നിർമ്മിച്ചിരുന്നു. എന്നാൽ ഈ ക്വാർട്ടേഴ്സ് ഇപ്പോൾ വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ മന്ത്രിസഭയിൽ തന്നെ ഞങ്ങൾക്ക് മേഴ്സിക്കുട്ടിയമ്മ വന്നിട്ട് ഇവിടെ ബോട്ട് യാർഡ് ഉണ്ടാക്കാൻ കേരളത്തിൽ കൊല്ലത്തും പൊന്നാനിലാണ് അതിന് സ്ഥലം കണ്ടെത്തിയത്. പൊന്നാനിൽ മത്സ്യബന്ധന തുറമുഖത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂമി സൗകര്യമുള്ള തുറമുഖമാണ് പൊന്നാനിലെ മത്സ്യബന്ധന തുറമുഖം. ഈ മത്സ്യബന്ധന തുറമുഖത്ത് അതിന് വേണ്ടിയിട്ട് യാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ സ്ഥലവും യാർഡിൻ്റെ വർക്ക്ഷോപ്പിൻ്റെ ബിൽഡിങ്ങുമാണ് ആ കാണുന്നത്. അതിന്ന് വാടകയ്ക്കുള്ള ക്വാർട്ടേഴ്സ് ആക്കിയിട്ട് സർക്കാർ ആ ബിൽഡിങ് കൊടുത്തിട്ടുണ്ട്. ആ സ്ഥലത്താണ് ഇപ്പോൾ വഞ്ചിക്കാർ മീൻ പിടിക്കുന്നത്. അതിന് തൊട്ടടുത്ത് പലതരം ബിൽഡിംഗ് വന്ന് അത് ബോട്ട് കയറ്റി വെക്കാനുള്ള ലോക്ക് യാർഡിൻ്റെ അടുത്ത് പലതരം ബിൽഡിംഗ് വന്നുകൊണ്ട് ഇവിടെ ബോട്ട് കയറ്റാൻ സൗകര്യമില്ല. ഇപ്പം ബോട്ട് ഇവിടെ മത്സ്യബന്ധന തുറമുഖത്ത് ഇവിടെ യാർഡ് വേണമെന്നുള്ള ഞങ്ങൾക്ക് നിർബന്ധമായിട്ട് വേണ്ടിയ ഒരു അവസ്ഥയാണ്. പൊന്നാനിൽ 200 ചില്ലാനം ബോട്ടുണ്ട്, 250ഓളം ബോട്ടുണ്ട്. ഈ ബോട്ട് കയറ്റാൻ ഒരു സംവിധാനമില്ല. ആകെ ഒരു ചാടാണുള്ളത്. ആ ഒരു ചാടിൽ ഇവിടുത്തെ പണിയില്ല. ചേറ്റുവയിലും ബേപ്പൂരും കൊണ്ടുപോയിട്ടാണ് മുനമ്പത്തും കൊണ്ടുപോയി ഇവിടുത്തെ ബോട്ടുകൾ പണി തീർക്കുന്നത്. മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ബോട്ടുകൾ മത്സ്യബന്ധനം നടത്തുന്നത് പൊന്നാനിയിലാണ്. ട്രോളിംഗ് നിരോധന സമയത്താണ് ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ നടക്കുക. പൊന്നാനിയിൽ ചെറിയ തോതിലുള്ള മിനുക്കുപണികൾ മാത്രമാണ് നടക്കുന്നത്. എന്നാൽ വലിയ തോതിലുള്ള കേടുപാടുകൾ തീർക്കാൻ ബോട്ടുകൾ ചേറ്റുവയിലും മുനമ്പത്തും എത്തിക്കേണ്ട സ്ഥിതിയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് സംസ്ഥാനത്ത് 2 ബോട്ട് ബിൽഡിംഗ് യാർഡുകൾ നിർമ്മിക്കാൻ തത്വത്തിൽ ധാരണയായത്. കൂടുതൽ സ്ഥലമുള്ള ഹാർബർ പ്രദേശങ്ങളെയാണ് പദ്ധതിക്കായി പരിഗണിച്ചിരുന്നത്. ഇത് പൊന്നാനിക്ക് തുണയാവുകയായിരുന്നു. പത്തേമാരികളുടെ നിർമ്മാണത്തിൽ പാരമ്പര്യമുള്ള പൊന്നാനിക്ക് സർക്കാർ അധീനതയിലുള്ള ബോട്ട് നിർമ്മാണ യൂണിറ്റ് പാരമ്പര്യത്തെ തിരിച്ചുപിടിക്കാനുള്ള അവസരമായിരുന്നു. 1970കളുടെ അവസാനം വരെ സജീവമായി നിലനിന്നിരുന്ന പത്തേമാരികളുടെ നിർമ്മാണ യൂണിറ്റ് പൊന്നാനി തുറമുഖത്തോട് ചേർന്നുണ്ടായിരുന്നു. എന്നാൽ ഇത്തരമൊരു പ്രപ്പോസൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് കീഴിലല്ലെന്ന് ഹാർബർ എഞ്ചിനീയറിംഗ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മധു പറഞ്ഞു. PGTV ന്യൂസ് പൊന്നാനി. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.